യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, ഓരോ ദിവസവും ദൈവം നമുക്ക് സമ്മാനമായിട്ട് തരുമ്പോൾ ഓരോ ദിവസവും നാം എപ്രകാരമാണ് അത് ചെലവഴിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 6-ാം തിരുവചനത്തില് വീട്ടുടമസ്ഥൻ ജോലിക്കാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ദിവസം മുഴുവൻ അലസരായി നിൽക്കുന്നത് എന്ത്? നിങ്ങൾ ദിവസം മുഴുവൻ അലസരായി നിൽക്കുന്നത് എന്ത്? പ്രിയപ്പെട്ടവരെ, ചിലരൊക്കെയുണ്ട് ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞാൽ അലസമായിട്ട് ചെലവഴിക്കുക, എങ്ങനെയെങ്കിലുമൊക്കെ ചെലവഴിക്കുക. പ്രിയപ്പെട്ട മകനെ, മകളെ, ദൈവം നിനക്ക് സമ്മാനമായിട്ട് ഒരു ദിവസം തരുമ്പോൾ ആ ദിവസത്തെക്കുറിച്ച് ദൈവസന്നിധിയിൽ നീ കണക്ക് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് വളരെ ക്രിയാത്മകമായിട്ട് ഓരോ ദിവസത്തെയും കാണുവാനായിട്ട് സാധിക്കട്ടെ. ദൈവം നിന്നെ അനുഗ്രഹിക്കാനായിട്ട് നൽകിയ ഒരു ദിവസമാണ്. അത് അലസമായിട്ട് നമ്മൾ ചെലവഴിക്കരുത്. ചിലർക്കൊക്കെ നേരം വെളുക്കുന്നു, എങ്ങനെയെങ്കിലുമൊക്കെ ആ ദിവസം ചെലവഴിക്കുന്നു, രാത്രിയാകുന്നു, അങ്ങനെ പോകുന്നുണ്ട്. പ്രിയപ്പെട്ട മകനെ, മകളെ, കുറച്ചുകൂടി തീക്ഷ്ണതയോടുകൂടെ ദൈവരാജ്യത്തിന് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ ഓരോ ദിവസവും നീ പരിശ്രമിക്കുക. വലിയ ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഓരോ ദിവസത്തെയും വ്യക്തമായ പ്ലാനിങ്ങോടുകൂടെ നമ്മൾ ക്രമീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും വലിയ മാറ്റം ഉണ്ടാകും. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ അലസത മാറ്റി തീക്ഷ്ണതയോടെ ഓരോ ദിവസവും ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ. യേശുനാമത്തിൽ അതിനായി ഇവരെ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.